തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ പ്രചരണം അവസാനിക്കാനുള്ളൂ. എന്തായാലും നമ്മളോടൊപ്പം ഉള്ളത് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനാണ്. ഇത്തവണ കാഞ്ഞിരപ്പള്ളിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഈ അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ? ജനങ്ങളുടെ പിന്തുണ കാണുമ്പോൾ നല്ല ആത്മവിശ്വാസമുണ്ട്. വികസനമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നല്ല വിജയപ്രതീക്ഷയുള്ളത്. പ്രധാനമായിട്ടും FCRA വിഷയമൊക്കെ ചർച്ചയാവുന്നുണ്ട്. അതിൽ എന്താണ് നമ്മുടെ BJPയുടെ നിലപാട്? സഭാ നേതൃത്വവുമായൊക്കെ ചർച്ച FCRA അപേക്ഷിക്കുന്നവർക്ക് നല്ലതാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത് കൊണ്ടുവന്നത്. നേരത്തെ ഇതൊരു ഔദാര്യമായിരുന്നു. FCRA നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ സർക്കാർ അതിന് മറുപടി പറയേണ്ട കാര്യമില്ലായിരുന്നു. പോകാനുള്ള അവകാശമില്ലായിരുന്നു, പോകാനുള്ള സാഹചര്യമില്ലായിരുന്നു. ഈ പുതിയ നിയമം അനുസരിച്ച് അപ്പീലിന് പോകാം, കോടതിയിൽ പോകാം. അതായത് ഒരു അവകാശമാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന അവകാശം കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും വിമർശനങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതൊരു അവസരമാണ്. ഈ ബില്ല് പാസ്സാക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇനി ഒരു സർക്കാരും ഇങ്ങനെ ഒരു നിയമമായിട്ട് വരില്ല. എല്ലാ കാലഘട്ടത്തിലും ഒരു ഔദാര്യമായിട്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനേ സാധിക്കും. അപ്പോൾ കോടതിക്ക് ഇടപെടാം, കോടതിക്ക് അത് കൊടുക്കാൻ പറയാം. അങ്ങനെയുള്ള അവസരമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തണം എന്നാണ് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സഭകളുടെ ഒരു ആശങ്ക, അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ നമ്മൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു, ലോ മിനിസ്ട്രിയെ അറിയിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചു കഴിഞ്ഞു, പാർലമെന്ററി അഫയേഴ്സിനെ അറിയിച്ചു കഴിഞ്ഞു. ഈ പ്രതിപക്ഷം ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസുകളൊക്കെ പറയുന്നത് ഇത് രാജ്യദ്രോഹ വിരുദ്ധമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണെങ്കിൽ എന്തിനാണ് ഈ സഭകളുടെ ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതെന്ന് ചോദ്യം. അത് കേരള കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. ഈ FCRA ലഭിക്കുന്നതിൽ 90% ഹിന്ദു സൊസൈറ്റികൾക്കാണ്. കാരണം 16,000 ഉള്ളതിൽ 16,000 ആപ്ലിക്കേഷനുകൾ, ഇപ്പോൾ 17,000 കാണും. 17,000 ആപ്ലിക്കേഷൻ ഉള്ളതിൽ എല്ലാ ന്യൂനപക്ഷങ്ങളുടെ കൂടി 3,000 ഉള്ളൂ. അപ്പോൾ കേരള കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഈ കേരളത്തിൽ 80% കിട്ടുന്ന ക്രിസ്ത്യൻ സമൂഹത്തിനാണ്. കേരള കോൺഗ്രസ്സുകാർ പോലെയുള്ള മറ്റു കക്ഷികൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രം കിട്ടുന്നില്ലെന്നാണ്. ഈ ചർച്ച വന്നതുകൊണ്ടായ ഒരു പ്രയോജനം എന്ന് പറയുന്നത്, അത് ഇവിടെ കിട്ടുന്നത് 80% ക്രിസ്ത്യൻ സമൂഹത്തിനാണ് എന്നുള്ളത് അംഗീകരിക്കുന്ന അവസ്ഥ വന്നത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പ്രധാനമന്ത്രി വരുമ്പോൾ ഈ വിഷയങ്ങളിൽ ഒരു മറുപടി ഉണ്ടാകുമോ? അല്ല, ഇത് പാർലമെന്റ് തീരുമാനിക്കേണ്ട കാര്യം. പാർലമെന്റ് ചർച്ച ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ, ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. ആ അവസരത്തിൽ ചർച്ചകളെല്ലാം വരും, ഇതെല്ലാം പരിഗണിക്കപ്പെടും. അതുകൊണ്ടിത് പാർലമെന്റിലെ കാര്യമാണ്, പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പാസ്സാക്കാൻ എല്ലാവരും സഹകരിക്കണം. ഇത് പാസ്സാക്കാതെ വിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അല്ല ചെയ്യേണ്ടത്. ഇതൊരു അവസരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കമ്മീഷനിൽ ഒരു ക്രൈസ്തവാംഗമില്ല എന്നും ദീപിക പത്രം എന്നൊരു എഡിറ്റോറിയൽ മാറിയതിനു ശേഷം അതിപ്പോൾ അപ്പോയിൻമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെയർമാൻ വന്നിട്ടില്ല. 2 അംഗങ്ങളാണ് വന്നിരിക്കുന്നത്. ഇനിയുള്ള അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദീപികയുടെ ആശങ്ക പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മണ്ഡലത്തിൽ പൂർണ്ണ ആത്മവിശ്വാസം എല്ലായിടത്തും ഓടി എത്താൻ സാധിച്ചു. തീർച്ചയായിട്ടും ഇത് കണ്ടല്ലേ, ഏറ്റവും ദുർഘടമായിട്ടുള്ള വഴിയിൽ കൂടെ, ഏറ്റവും ഉൾപ്രദേശത്തുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങളുടെ നല്ല സഹകരണമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലെല്ലാം മറുപടി പറയുന്നുണ്ട് കേന്ദ്ര സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യൻ. എന്തായാലും കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തവണ മികച്ച വിജയമുണ്ടാകുമെന്നൊരു ആത്മവിശ്വാസവും കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.